ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ അലിൻ ജോസ് പെരേര, പ്രസംഗോണൻ മൂവി റിവ്യൂവർ. അപ്പോൾ ഞാനിന്ന് ആനന്ദപുരം ഡയറീസ് എന്ന സിനിമ കണ്ടു. ജയ ജോസ് രാജ് എന്നാണ് സിനിമയുടെ സംവിധാനൻ്റെ പേര്. അപ്പോൾ ജയ ജോസ് രാജിൻ്റെ സംവിധാന മികച്ചാണ്. പുതുമുഖ സംവിധായകൻ്റെ മികച്ചൊരു സംവിധാനം തന്നെ കാണിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളിയാണ്. പിന്നെ മ്യൂസിക് ഒരു 5-6 പാട്ടുകളുണ്ട്, വ്യത്യസ്തം നിറഞ്ഞ പാട്ടുകളാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ മീന മാഡത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവാണ്. കഥ പറയുമ്പോൾ ഉദയനാണ് താരം, ദൃശ്യം 2, മുന്തിവളികൾ തളിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളോട് നമുക്ക് സുപരിചിതമായിട്ടുള്ള നടിയാണ് നമ്മുടെ മീന. അപ്പം മീനയുടെ അതിഗംഭീരമായിട്ടുള്ള റോളാണ്. ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുതൽ അവസാനം അഡ്വക്കേറ്റ് ബിരുദം കിട്ടുന്ന വ്യക്തി വരെ ആകുന്ന ഒരു ജീവിത ചരിത്രം നിമിഷമാണ് കാണുന്നത്. അപ്പോൾ ഒരു കോളേജ് ആക്ഷേപഹാസ്യം ചിത്രമാണ്. പിന്നെ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് സംഭവങ്ങളെല്ലാം ചേർത്തൊരു രസക്കൂട്ട് തന്നെയാണ് സിനിമ. അപ്പോൾ ഒരു നമ്മുടെ അഡാർ ലവിലെ ഫെയിമായിട്ടുള്ള റോഷനൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട്. പിന്നെ കുട്ടി അഖിലുണ്ട് സിനിമയിൽ. പിന്നെ മാലാ പർവ്വതിയുടെയൊക്കെ പെർഫോമൻസ് മികച്ചാണ്. ഒരു കോർട്ടും ഡ്രാമ ബേസ് ചെയ്തും കോളേജ് പശ്ചാത്തലമാക്കിയുള്ള മയക്കുമരുന്നിൻ്റെ ദുരുപയോഗങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു ബോധവൽക്കരണ സിനിമ കൂടിയാണ് ഈ സിനിമ. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 ടൈം വാച്ചബിൾ ഫണ്ണ് ഓറിയൻറ്റർ മ്യൂസിക് ആണെങ്കിലും അഭിനയ മികവ് കൊണ്ടാണെങ്കിലും നമ്മുടെ മീന മാഡം ഒരു അഡ്വക്കേറ്റായിട്ട് പൊരുതി ഒരു ചരിത്ര നിമിഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിലൂടെ ഞാൻ റിവ്യൂ പറയാം. മലയാള സിനിമ ചരിത്രത്തിൽ ഒരു സുവർണ നായിക തന്നെ ഈ മീന അടിപൊളിയായി. ഉദയനാണ് താരം മുതൽ ഇപ്പോൾ ഇതാ ആനന്ദപുരം ഡയറീസ് വരെയുള്ള മികച്ചൊരു അഭിനേത്രി തന്നെ. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മീന ഒരു ഏജ് അത്യാവശ്യം കഴിഞ്ഞെങ്കിലും മീന ഒരു നല്ല ബോൾഡ് ആക്ട്രസ്സാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കുട്ടി അഖിലിൻ്റെ ക്യാരക്ടറൊക്കെ സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ പുതുങ്ങളായിട്ട് അഭിഷേകേട്ടൻ വരുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച ശ്രീകാന്തൊക്കെ നല്ലൊരു റോൾ ചെയ്ത് കസറിയിട്ടുണ്ട്. ഇതൊരു 1 ടൈം 2 ടൈം വാച്ചബിൾ ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. മീനയുടെ അതിസാഹസികമായിട്ടുള്ള അഭിനയ മികവ് കൊണ്ട് തന്നെ ഒരു വണ്ടർഫുൾ ആക്ടിങ് ആണ്. നമ്മളെ മുന്തിരിവളികൾ തളിക്കുമ്പോഴൊക്കെ ഒരു ഫാമിലി ഓരോ സബ്ജക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മൈ ഡിയർ മമ്മി, ക്ലാസ്മേറ്റ്സ്, അഡാർ ലവ്, അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് ക്യാമ്പസ് ചിത്രങ്ങളെ പോലെ തന്നെ തോന്നുന്ന ഒരു ക്യാമ്പസ് ഓറിയൻറ്റർ സിനിമയാണ്. ഈ അടുത്ത് കണ്ട LLB എന്ന ക്യാമ്പസ് ചിത്രത്തിന് ശേഷം ഒരു ക്യാമ്പസ് ഓറിയൻറ്റർ, ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ത്രില്ലർ ഗണത്തിൽ പെടാൻ പറ്റുന്ന ഒരു മീനയുടെ ഗംഭീരമായിട്ടുള്ള ത്രസിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തമാണെന്ന് തന്നെ പറയാം. പിന്നെ ആനന്ദപുരം ഡയറീസിൻ്റെ ക്യാമറ വർക്കൊക്കെ ഗംഭീരമാണ്. വീഡിയോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഡാൻസ് ആണെങ്കിലും അതികഠിനമായിട്ടുള്ള ഡാൻസ് സ്റ്റെപ്സ് ഒക്കെയാണ്, ഒരു ഫ്രീക്ക് സ്റ്റൈൽസിലാണ്. അപ്പോൾ അഡാർ ലവിന് ശേഷം ഒരു തിരിച്ചറിവാണ് റോഷൻ നടത്തിയിരിക്കുന്നത്. ഡാൻസ് സുഗറിനാണ്. പിന്നെ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ മോശമാണെന്നും കാണിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാർ ധൈര്യമായിട്ട് കാണേണ്ട, വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കോർട്ട് റൂം ഡ്രാമയും ഒരു കോളേജ് ലൈഫും കാണിക്കുന്നൊരു അതിസാഹസികമായിട്ടുള്ളൊരു LLB പഠനത്തിൻ്റെ ഒരു അവസാനത്തെ കാലഘട്ടം കൂടി കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആകാൻ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മനസ്സിലാക്കാൻ പറ്റുന്നൊരു സീരിയസ് സിനിമയായിരിക്കണം ഈ ആനന്ദപുരം ഡയറീസ്. അപ്പോൾ ആനന്ദപുരം ഡയറീസ് എല്ലാവരും തൃപ്തിപ്പെടുത്തി കാണാൻ പറ്റുന്ന ഒരു രണ്ട് തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ആനന്ദപുരം ഡയറീസ് എന്ന് പറഞ്ഞാൽ ആനന്ദപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നടക്കുന്ന കോളേജ്, അതിനെ ചുറ്റിപ്പറ്റി നടത്തുന്ന 2 ഫാമിലീസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, അത് തിയേറ്ററിൽ ഒന്ന് കാണുക. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കോടതി അന്തരീക്ഷങ്ങൾ, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പല സംഭവങ്ങളും ആസ്വമാക്കിയ ഒരു ത്രില്ലറും കൂടിയുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഫീൽ ഗുഡും കൂടി ചേർന്ന ഒരു മീനയുടെ മാജിക്കൽ ത്രില്ലർ എന്ന് തന്നെ പറയാം.